പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഊർജ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം കുറിക്കുന്ന ഒരു കഥ കേൾക്കൂ. ഊർജ സമ്പത്ത്. ചിന്നു, എന്താ മോളെ ഇത്? മുറി വിട്ട് പോരുമ്പോൾ ലൈറ്റും ഫാനും ഓഫാക്കാൻ മറക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അമ്മ ചിന്നുമോളോട് ചോദിച്ചു. ഇരട്ടക്കുട്ടികളാണെങ്കിലും ചിന്നുവും മിന്നുവും സ്വഭാവത്തിൽ ഏറെ വ്യത്യസ്തരായിരുന്നു. ചിന്നു ലൈറ്റ് കത്തിച്ചിട്ട് മുറി വിട്ടു പോകും. TV ഓണാക്കി ഉറങ്ങും. ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു ദിവസം സ്കൂളിൽ ടീച്ചർ പറഞ്ഞു, കുട്ടികളെ, ഇന്ന് ഊർജ സംരക്ഷണ ദിനമാണ്. നാം ഉപയോഗിക്കുന്ന വൈദ്യുതി, വെള്ളം, ഇന്ധനം എല്ലാം സംരക്ഷിക്കണം. ഇത് ഭാവിയിലേക്കുള്ള ചെലവ് ചുരുക്കൽ ശീലത്തിന് അത്യന്താപേക്ഷിതമാണ്. അന്ന് രാത്രി ചിന്നു വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. ഒരു ചെറിയ തീപ്പന്തം മിന്നിത്തിളങ്ങി അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഊർജകുമാർ. നീ എന്നെ പാഴാക്കുമ്പോൾ ഭാവിയിലെ കുട്ടികൾ ഇരുട്ടിലാകും, തീപ്പന്തം പറഞ്ഞു. ചിന്നു ഭയത്തോടെ ചോദിച്ചു, അതിന് ഞാനെന്ത് ചെയ്യണം? ഊർജകുമാർ പറഞ്ഞു, മുറി വിടുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യൂ, ഉപയോഗമില്ലെങ്കിൽ ഫാൻ ഓഫാക്കൂ, സൂര്യപ്രകാശം പരമാവധി ഉപയോഗിക്കൂ, വൈദ്യുതി സംരക്ഷിക്കൂ. അടുത്ത ദിവസം മുതൽ ചിന്നു തൻ്റെ അലസത മാറ്റി. അവൾ എല്ലാവരോടും പറഞ്ഞു, നമ്മൾ ഊർജം സംരക്ഷിക്കണം. മിന്നുവും അത് ശരിവച്ചു. ചിന്നുവും മിന്നുവും കൂട്ടുകാരും ചേർന്ന് സ്കൂളിൽ ഊർജ സംരക്ഷണ ക്ലബ്ബ് തുടങ്ങി. പോസ്റ്ററുകൾ ഉണ്ടാക്കി, മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കി. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, ഇന്ന് സംരക്ഷിക്കുന്ന ഊർജം നാളത്തെ പ്രകാശം. ആദ്യം സ്കൂളിലും തുടർന്ന് ഗ്രാമം മുഴുവനും അവരുടെ പദ്ധതി നടപ്പിലാക്കി. ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ വീടുകളിൽ സൗരോർജ വിളക്കുകൾ സ്ഥാപിച്ചു. ഗ്രാമത്തിൻ്റെ പ്രതിച്ഛായ തന്നെ മാറി. ലൈറ്റുകൾ ശരിയായി ഉപയോഗിച്ചു. വൈദ്യുതി ബിൽ ശരിക്ക് കുറഞ്ഞു. എല്ലാവർക്കും സന്തോഷം. ഊർജം സംരക്ഷിക്കുന്നത് ഭാവി ജീവിതത്തിന് അത്യാവശ്യമാണെന്ന് ചിന്നുവിലൂടെ ഗ്രാമവാസികൾ മനസ്സിലാക്കി.